വിജയ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരൻ കൊടും ഭീകരവാദ സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെയും തലവനാണ്. 2001 പാർലമെന്റ് ആക്രമണം ഉൾപ്പെടെ ഇന്ത്യയിൽ പല ഭീകരാക്രമണത്തിനും ആസൂത്രണം വഹിച്ച ഒരു കൊടും ഭീകരൻ. മൂപ്പര് മസൂദ് അസർ എന്നാണ് പേര്. ആ കൊടും ഭീകരന്റെ പേര് മസൂദ് അസർ. ആ മസൂദ് അസറിനെ പാക് അധീന കാശ്മീരിൽ കണ്ടതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതെ, ഇപ്പോ ഇന്ത്യ ടുഡേക്ക് ലഭിച്ച ഏറ്റവും പുതിയൊരു ഇന്റലിജൻസ് വിവരങ്ങൾ പ്രകാരമാണ് മസൂദ് അസർ സംഘടനയുടെ ശക്തികേന്ദ്രമായ ഈ ബഹവൽപൂരിൽ നിന്ന് 1000 കിലോമീറ്റർ അധികം അകലെയുള്ള പാക് അധീന കാശ്മീരിലെ ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ മേഖലയിലാണ് മസൂദിനെ കണ്ടെത്തിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യ ടുഡേക്കാണ് അത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ടുഡേ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. 2019 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിച്ചുവെങ്കിലും പാകിസ്ഥാൻ സംരക്ഷിക്കുന്നു എന്നായിരുന്നു ഇന്ത്യയുടെ വാദം. 1968 പാകിസ്ഥാനിലെ പഞ്ചാബ് ഉണ്ടല്ലോ, അവിടെയാണ് ഇദ്ദേഹം ജനിച്ചത്. അവിടെ ബഹാവൽപൂരിലാണ് മസൂദ് അസർ ജനിച്ചത്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മുഹമ്മദ് മസൂദ് അസർ ആൽവി എന്നാണ്. മുഹമ്മദ് മസൂദ് അസർ ആൽവി. പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഇസ്ലാമിക ജിഹാദി സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ സ്ഥാപകനാണ് ഇയാൾ. ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ മേഖലയിലെ സ്കാർഡുവിൽ, പ്രത്യേകിച്ച് സദ്വാര റോഡ് പ്രദേശത്തിന് ചുറ്റുമാണ് അസറിനെ അടുത്തിടെ കണ്ടതായിട്ട് പറയുന്നത്. ഈ പ്രദേശത്ത് കുറഞ്ഞത് 2 പള്ളികൾ, അനുബന്ധ മദ്രസകൾ, നിരവധി സ്വകാര്യ സർക്കാർ ഗസ്റ്റ് ഹൗസുകൾ എന്നിവയൊക്കെയുണ്ട്. ആകർഷകമായ തടാകങ്ങളോട് കൂടിയ വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ഒളിച്ചു താമസിക്കാൻ പറ്റിയ ഇടമാണ് ഇതെന്ന് വിലയിരുത്തൽ. അസറിന്റെ നീക്കങ്ങൾ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ മറികടക്കാൻ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങൾ മനഃപൂർവ്വം തെറ്റിദ്ധരിക്കുന്ന വിവരങ്ങൾ പരത്തുന്നുമുണ്ട്. അസർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരി അടുത്തിടെ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത്. പാകിസ്ഥാൻ മണ്ണിൽ കണ്ടെത്തിയാൽ ഇസ്ലാമാബാദ് അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള കൊടും ഭീകരനാണ് മസൂദ് അസർ. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ആക്രമണം, 2016 പഠാൻകോട്ട് വ്യോമസേന താവളത്തിലെ ആക്രമണം, 40-ലധികം സൈനികർ കൊല്ലപ്പെട്ട 2019 പുൽവാമ ഭീകരാക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി ഭീകര പ്രവർത്തനങ്ങളുടെ സൂത്രധാരനായിരുന്നു ഈ അസർ. ഇന്ത്യ, US, ഐക്യരാഷ്ട്രസഭ എന്നിവ ഉപരോധം ഏർപ്പെടുത്തിയ അസർ പാകിസ്ഥാന്റെ മണ്ണിൽ കാലുകുത്തിയാൽ പിടികൂടി ഇന്ത്യയെ ഏൽപ്പിക്കുമെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ ഈയിടെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അസർ അഫ്ഗാനിസ്ഥാനിലാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അയാളെ പാകിസ്ഥാന്റെ മണ്ണിലുണ്ടെന്ന് വിവരം തെളിവ് സഹിതം പങ്കുവച്ചാൽ ഞങ്ങൾ അയാളെ സന്തോഷത്തോടെ പിടികൂടി ഇന്ത്യയെ ഏൽപ്പിക്കും എന്നായിരുന്നു അദ്ദേഹം അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ആ പറഞ്ഞ വാചകത്തിൽ എന്തുമാത്രം ആത്മവിശ്വാസം ഉണ്ടെന്ന് കണ്ടില്ലേ? അതായത് ഒരിക്കലും പിടിക്കില്ല എന്നുള്ളതാണ്. ഇതേസമയം അസർ ഇപ്പോഴും തന്റെ സ്ഥിരം താവളമായ ബഹാവൽപൂരിൽ തന്നെയാണെന്ന് വരുത്തി തീർക്കാൻ ജെയ്ഷെ പ്രവർത്തകർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ശ്രമം നടത്തുന്നുണ്ട് എന്നും ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അസറിന്റെ പഴയ പ്രസംഗങ്ങളുടെ ഓഡിയോ ക്ലിപ്പുകൾ ഉപയോഗിച്ച് അയാൾ ഇപ്പോഴും ബഹാവൽപൂരിൽ തന്നെയാണ് എന്ന തരത്തിലുള്ള തെറ്റായ വിവരങ്ങളാണ് അവർ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിപ്പിക്കുന്നത്. ഇത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ജിഹാദികളുടെ ഖമനേയി ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക്, അതായത് പഴയ വീഡിയോകൾ എടുത്ത് ഇടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഇടയ്ക്ക് നമ്മളെ ട്രംപേട്ടനെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മുമ്പ് ട്രംപിനെ വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ ഇവരിതുപോലെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കാണിക്കാനായിട്ട്, അതായത് ഇപ്പോഴും അദ്ദേഹം മരിച്ചു എന്ന് കരുതപ്പെടുന്നില്ല, പക്ഷെ പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. പക്ഷെ വളരെ ആരോഗ്യവാനായിട്ടിരുന്ന് ട്രംപിനെ ചീത്ത വിളിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടിരുന്നു. അത് ട്രംപിനെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ എന്തായാലും ആ വീഡിയോ വളരെ മാസങ്ങൾക്ക് മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു, പിന്നീട് പുറത്തു വരികയും ചെയ്തു. അപ്പൊ ഇത് ജിഹാദികളുടെ ഒരു യൂണിവേഴ്സൽ ടെക്നിക്കാണ്. അവർക്ക് പ്രാപഞ്ചികമായിട്ട് എല്ലായിടത്തും ഉള്ളൊരു പ്രയോഗിക്കുന്ന ഒരു പരിപാടിയാണിത്. അസറിന്റെ പഴയ പ്രസംഗങ്ങളുടെ ഓഡിയോ ക്ലിപ്പുകൾ ഉപയോഗിച്ച് അയാൾ ഇപ്പോഴും ബഹാവൽപൂരിൽ തന്നെയാണെന്ന തരത്തിലുള്ള തെറ്റായ വിവരങ്ങളാണ് അവർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോഴും അസറിന്റെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇത് ആദ്യമായല്ല അസർ ബഹാവൽപൂരിൽ നിന്ന് മറ്റൊരു ഒളിത്താവളത്തിലേക്ക് മാറുന്നത്. 2019 ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം അസർ ബഹാവൽപൂരിൽ നിന്ന് ഷവാറിലെ ഒരു രഹസ്യ സുരക്ഷിത താവളത്തിലേക്ക് മാറിയിരുന്നു.
അസാറിന് ബഹാവൽപൂരിൽ രണ്ട് അറിയപ്പെടുന്ന സ്ഥാപനങ്ങളുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ലക്ഷ്യമിട്ട ജെയ്ഷെ ആസ്ഥാനമായിട്ടുള്ള ജാമിയ സുബാൻ അള്ള നഗരത്തിന്റെ ജനസാന്ദ്രതയുള്ള ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജാമിയ ഉസ്മാൻ ഒ അലി എന്ന പള്ളി, അവിടെ അദ്ദേഹത്തിന്റെ പഴയ വസതിയും ഒരു ആശുപത്രിക്ക് സമീപമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു പഴയ വസതി ഉള്ളത്. ജാമിയ സുബാൻ അള്ള സർവകലാശാലയിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ അസറിന്റെ കുടുംബത്തിലെ 10 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ബഹവൽപൂർ ആക്രമണത്തിൽ മരിച്ചവർ അസറിന്റെ മൂത്ത സഹോദരി, ഭർത്താവ്, ഒരു അനന്തരവൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, ഒരു അനന്തരവൾ, കുടുംബത്തിലെ 5 കുട്ടികൾ എന്നിവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രസ്താവനയിൽ പറയുന്നു. മരണങ്ങളിൽ തനിക്ക് യാതൊരു ദുഃഖമോ നിരാശയോ ഇല്ല എന്നും മറിച്ച് കുടുംബാംഗങ്ങൾക്കൊപ്പം മരിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നും അസർ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ജെയ്ഷെ മുഹമ്മദുമായി അടുത്ത് ബന്ധമുള്ള ലഷ്കർ എ തോയ്ബ പോലുള്ള മറ്റു ഭീകര ഗ്രൂപ്പുകളുടെ താവളങ്ങൾ കൂടിയുള്ള പ്രദേശമാണ് ബഹാവൽപൂർ. പാകിസ്ഥാൻ സൈന്യത്തിന്റെ 31 കോപ്സിന്റെ ആസ്ഥാനം കൂടിയാണ് ബഹാവൽപൂർ. ബഹാവൽപൂരിൽ ഒരു രഹസ്യ ആണവ കേന്ദ്രമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യ, അമേരിക്ക, ഐക്യരാഷ്ട്രസഭ എന്നിവ ഉപരോധം ഏർപ്പെടുത്തിയ അസർ 2001 പാർലമെന്റ് ആക്രമണം ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി ആക്രമണങ്ങൾക്ക് ഉത്തരവാദിയാണെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മസൂദ് അസറിനെ കാന്തഹാർ വിമാന റാഞ്ചലിനെ തുടർന്ന് ഉണ്ടായ മധ്യസ്ഥ ചർച്ചയിൽ ധാരണ പ്രകാരമാണ് യാത്രക്കാരെ വിട്ടയക്കുന്നതിന് പകരമായി വിടുതൽ ചെയ്തത്. അന്ന് നമ്മുടെ തടങ്കലിലുണ്ടായിരുന്ന ഒരു തീവ്രവാദിയാണ്. പക്ഷേ ഈ കാന്തഹാർ തട്ടിക്കൊണ്ടുപോയി ഇവരൊരു മധ്യസ്ഥ ചർച്ച ആവശ്യപ്പെട്ടപ്പോൾ അതിന് നമ്മുടെ ജനങ്ങളെ വിടുതൽ കിട്ടാൻ വേണ്ടി നമുക്ക് ഈ തീവ്രവാദി അന്ന് വിട്ടുകൊടുക്കേണ്ടി വന്നതാണ്. അന്ന് നമ്മൾക്ക് പിടികൂടിയിരുന്നെങ്കിൽ ഈ പറയുന്ന ആക്രമണങ്ങളൊന്നും തന്നെ, മുംബൈ ഭീകര ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ഒന്നും തന്നെ ഒരുപക്ഷെ നടക്കില്ല എന്ന്. വിട്ടയച്ച ഉടൻ തന്നെ അസർ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ചു. ഇന്ത്യ ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് 2019 മെയ് 1 ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ അസറിനെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിച്ചു. ഇത്തരത്തിൽ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അയാളുടെ സ്വത്തുകൾ മരവിപ്പിക്കാൻ ആ രാജ്യം തയ്യാറാകണം. യാത്രാ നിരോധനം, ആയുധോപരോധം തുടങ്ങിയവയ്ക്കും വിധേയനാകേണ്ടതുണ്ട്. എന്നാൽ പാകിസ്ഥാനിൽ മസൂദ് വളരെ സുഖ സൗകര്യങ്ങളോടെയാണ് ജീവിക്കുന്നത് എന്നാണ് ഇന്ത്യയുടെ ആരോപണം. ഇന്ത്യ ഇതിനെ പാകിസ്ഥാനിൽ സൈനിക രഹസ്യാന്വേഷണ ഏജൻസികളുടെ പിന്തുണയും ഇന്ത്യ കരുതുന്നുണ്ട്. അസറിനെ കൂടാതെ ഭീകര സംഘടനയായ ഹിസ്ബുൾ മുജാഹിദിന്റെ തലവൻ സലാഹുദ്ദീൻ ഇസ്ലാമാബാദിലെ സമ്പന്നരുടെ കോളനിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ നവംബറിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു ഇസ്ലാമിക സെമിനാരിയിൽ ഒരു പൊതുപ്രസംഗത്തിൽ അസർ ഇന്ത്യക്കെതിരായ ആക്രമണം തുടരും എന്ന് പ്രതിജ്ഞയെടുത്തു. ജമ്മു കാശ്മീരിൽ ജെയ്ഷെ മുഹമ്മദ് ആക്രമണം ശക്തമാക്കുമെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഡിസംബറിൽ അസറിനും ജെയ്ഷെ മുഹമ്മദിനുമെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. തീവ്രവാദിയുടെ പ്രസംഗം സത്യമാണെങ്കിൽ പാകിസ്ഥാൻ മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്ന തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് അത് തുറന്നു കാണിച്ചും അദ്ദേഹം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം അസർ ഒരു ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഉപയോക്താക്കൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റുകൾ വൈറലായിരുന്നു. എന്നാൽ പിന്നീട് ഈ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തി. ഇന്ത്യയെ സംബന്ധിച്ച് മസൂദ് അസർ ഏറ്റവും വിലപിടിപ്പുള്ള പിടികിട്ടാപ്പുള്ളിയാണ്. അതിനാൽ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി മസൂദ് അസറിനെയും ജെയ്ഷെ മുഹമ്മദിന്റെയും താവളമായ ബഹാവൽപൂരിലെ ഭീകര പരിശീലന ആസൂത്രണ കേന്ദ്രം തന്നെയാണ് ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വെച്ചത്. 1968 ബഹാവൽപൂരിൽ ജനിച്ച മസൂദ് അസർ 8ാം ക്ലാസ് പഠനത്തിന് ശേഷം കറാച്ചിയിലെ ജിഹാദി ബന്ധമുള്ള മദ്രസ പഠനത്തിൽ ചേർന്നു. 1989 അസർ അവിടെ നിന്നും ബിരുദം നേടുന്നത്. പിന്നീട് സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിൽ ഹർക്കത്തുൽ മുജാഹിദിന്റെ ഭാഗമായി പോരാടാനുള്ള പരിശീലനത്തിൽ പങ്കാളിയായി. എന്നാൽ മോശം ശാരീരിക ആരോഗ്യ കാരണം പരിശീലനം പൂർത്തിയാക്കാൻ അസറിന് സാധിച്ചിരുന്നില്ല. 1990കളിൽ ജമ്മു കാശ്മീർ തീവ്രവാദ പ്രവർത്തനം ശക്തമായപ്പോൾ അവിടെ പ്രവർത്തിച്ചിരുന്ന 2 ജിഹാദി ഗ്രൂപ്പുകളായ ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമി, ഹർക്കത്തുൽ മുജാഹിദീൻ എന്നിവയെ ഹർക്കത്തുൽ അൻസാറിൽ, അതായത് 2 ഗ്രൂപ്പുകളാണ്, ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമി, ഹർക്കത്തുൽ മുജാഹിദീൻ. ഈ 2 ഗ്രൂപ്പുകളെ ഹർക്കത്തുൽ അൻസാറിൽ ലയിപ്പിക്കാനായിട്ടാണ് അസർ നിയോഗിക്കപ്പെട്ടത്. അപ്പോൾ ഇദ്ദേഹത്തിന് തലച്ചോറ്, അതായത് ശാരീരികമായ പരിമിതികൾ ഉണ്ടെങ്കിലും തലച്ചോറ് കൊണ്ട് ഇദ്ദേഹത്തിന് അവിടെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി ഇദ്ദേഹത്തിന് അത്തരത്തിൽ, അതായത് ഒരു എന്താ പറയാ, നമുക്ക് IT സെൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇന്റലിജൻസ് സെൽ, ഇന്റലക്ച്വൽ സെൽ എന്നൊക്കെ പറയും, അതുപോലെയുള്ള സെല്ലിൽ ഇദ്ദേഹം നിയമിതനായി. ആ ഗ്രൂപ്പിന്റെ ജനറൽ സെക്രട്ടറിയായി മസൂദ് അസർ മാറി. 1994 വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് തന്റെ സംഘടനയിലെ കേഡർമാരെ കാണുന്നതിനായി ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെത്തിയ അസറിനെ ഇന്ത്യൻ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. ഡൽഹിയിലെ തീഹാർ ജയിലിൽ തടവിലാക്കപ്പെട്ട അസറിനെ പിന്നീട് ജമ്മുവിലെ കോട്ബൽവാൾ ജയിലിലേക്ക് കൊണ്ടുവന്നു. അസറിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ നടത്തിയ ഗ്രാമത്തിൽ
ശ്രമത്തിൽ ഹുവ കമാൻഡർ സജ്ജാദ് അഫ്ഗാനി കൊല്ലപ്പെട്ടിരുന്നു. ഏകദേശം 5 വർഷത്തോളം ഇന്ത്യൻ ജയിലിൽ കഴിഞ്ഞ അസറിന്റെ മോചനത്തിന് വഴിയൊരുക്കിയത് കാന്തഹാർ വിമാന റാഞ്ചലാണ്. അപ്പോൾ ഈ കാന്തഹാർ വിമാന റാഞ്ചി അന്ന് അങ്ങനെ കൊണ്ടുപോയി അതിനുശേഷം നമ്മുടെ പാസഞ്ചേഴ്സിനെ തിരികെ നൽകാനായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് ഈ തീവ്രവാദിയുടെ വിടുതലായിരുന്നു. ഏറ്റവും ഒടുവിൽ 2024 നവംബറിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കേഡർമാരെ മസൂദ് അസർ അഭിസംബോധന ചെയ്യുന്ന പ്രസംഗം പുറത്തു വന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യ മസൂദ് അസറിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് പാകിസ്ഥാനോട്. പുതിയ ഇസ്ലാമിക ലോകക്രമം സൃഷ്ടിക്കുന്ന ഇന്ത്യക്കും ഇസ്രായേലിനുമെതിരെ ഭീകരാക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നായിരുന്നു മസൂദ് ആഹ്വാനം ചെയ്തത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദുർബലൻ എന്ന് വിളിച്ച് മസൂദ് അസറിന്റെ പ്രസംഗത്തിൽ കാശ്മീർ തിരിച്ചുപിടിക്കാൻ സായുധരായ പോരാളികളെ അയക്കുമെന്നും പറഞ്ഞിരുന്നു. ബാബറി മസ്ജിദ് വിഷയവും മസൂദ് അസർ പ്രസംഗത്തിൽ ഉന്നയിച്ചു. മസ്കറ്റിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികൾ തമ്മിൽ അടച്ചിട്ട മുറിയിൽ നടന്ന സംഭാഷണത്തിന് പിന്നാലെയായിരുന്നു അസറിന്റെ പ്രസംഗം എന്നതായിരുന്നു ശ്രദ്ധേയമായ കാര്യം. മസൂദ് അസർ UN-ന്റെ പട്ടികയിലുള്ള ഭീകരൻ കൂടിയാണ്. അയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. മസൂദ് അസർ ഉള്ള ഇടം സംബന്ധിച്ച് പുറത്തു വന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പാകിസ്ഥാന്റെ ഇരട്ടമുഖമാണ് ഇത് തുറന്നു കാണിക്കുന്നത് എന്നായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ബ്രേസ് ഹോളിന്റെ പ്രതികരണം. പ്രഖ്യാപിത കുറ്റവാളിയായി പാകിസ്ഥാൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് അസർ അഫ്ഗാനിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടതായി 2022 അന്നത്തെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. പാകിസ്ഥാന്റെ ഇത്തരം അവകാശവാദങ്ങളുടെ പൊള്ളത്തരങ്ങൾ കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ബഹാവൽപൂരിൽ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനത്ത് നടന്ന ആക്രമണത്തിലൂടെ വെളിപ്പെട്ടത്.